നടൻ ദിലീപിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അതിശക്തമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ ദിലീപിനെതിരെ തെളിവുണ്ട്, പുറത്തിറങ്ങിയാൽ ഇരയ്ക്ക് ഭീഷണിയാണ്. അതായത് ദിലീപിന്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ ഈ സാഹചര്യത്തിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് ഞാനാണ് അവിടെ ജഡ്ജിയായിട്ടിരിക്കുന്നെങ്കിലും ജാമ്യം കൊടുക്കല. അത് നിയമപരമായ ഒരു കാര്യമാണ്. മിനിമം ഒരു 50 ദിവസം ഇപ്പം കേരള പോലീസ് ചുമത്തിരിക്കുന്ന കുറ്റങ്ങൾ അനുസരിച്ചാണ് 336, 336, 120B ഉൾപ്പെടെയാണ്. ഒരു 50 ദിവസത്തേക്ക് ജയിലിൽ കിടക്കാനുള്ളതെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ജഡ്ജിക്ക് ഇത് പറ്റ കള്ളമാണെന്ന് തോന്നി അത് തന്റെ ഇടം ഉണ്ടാകുകയും ചെയ്യണം. പക്ഷെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കോടതി പറഞ്ഞു. അങ്ങനെ ഞാൻ ജഡ്ജ്മെന്റ് കേട്ടല്ലോ. അങ്ങനെ ഒരു സെന്റൻസ് വന്നിട്ടില്ലല്ലോ. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ശ്രീ പി സി ജോർജ്, അതെ, അത് ആ സെന്റൻസ് ഒന്ന് വായിച്ചു ഒന്ന് കേൾക്കട്ടെ. അല്ല, ഞങ്ങൾക്ക് ഈ വാർത്ത ബ്രേക്കിംഗിൽ പോകുന്ന വാചകം മാത്രമാണ് ഇപ്പോൾ എനിക്ക് വാർത്ത വായിക്കുമ്പോൾ നൽകാനാവുക. അതാണ് തെറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ജഡ്ജ്മെന്റിനെ പറ്റി കേട്ടപ്പോ ഒറ്റ വാചകത്തിലാണ് ജഡ്ജ്മെന്റ്. ബാക്കി പുറത്തു വന്നിട്ടില്ല. ജാമ്യം തള്ളിയിരിക്കുന്നുള്ളതല്ലാതെ അത് ആദ്യഘട്ടത്തിലാണ്. ശ്രീ പി സി ജോർജ്, ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൂരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ശ്രീ പി സി ജോർജ്, ഒരു നിമിഷം. യാതൊരു സംശയം തർക്കം വേണ്ടെന്നേ. ഒരിക്കലും സെഷൻ കോടതിയിലാണ് ജാമ്യത്തിന് പോകേണ്ടത്. അത് നേരെ ഹൈക്കോടതിയിലോട്ട് പോയ വക്കീലിന്റെ നടപടിയും ഞാൻ യോജിക്കുന്നില്ല. എന്റെ അഭിപ്രായം പറഞ്ഞേക്കാം. സാധാരണ കേസ് വന്ന് സെഷൻ കോടതിയാണ് ഇതിന് ജാമ്യം നിശ്ചയിക്കേണ്ടത്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചപ്പം മജിസ്ട്രേറ്റ് കുറ്റം കണ്ടെത്തിയിരിക്കുന്നു, അതുകൊണ്ട് ജാമ്യം നിഷേധിച്ചു എന്ന് നിങ്ങൾ ചാനലുകാർ പറഞ്ഞു. എനിക്ക് സഹതാപം തോന്നി. കാരണം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് ഒരിക്കലും ജാമ്യം കൊടുക്കാൻ അധികാരമില്ല. പിന്നെ ഞങ്ങൾ ജാമ്യം കൊടുക്കും. ആ നിലയ്ക്ക് ജാമ്യം കൊടുക്കാൻ അധികാരമില്ലാത്ത കാര്യം പറയേണ്ട കാര്യമുണ്ടോ? സെഷൻ കോടതിക്ക് സെഷൻ കേസാണ് ജാമ്യം കൊടുക്കാൻ അധികാരമുള്ളൂ. നമുക്കിപ്പോൾ ഹൈക്കോടതി വിധിയെ കുറിച്ച് സംസാരിക്കാം. ശ്രീ പി സി ജോർജ്, ഹൈക്കോടതി വിധി, ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ കേൾക്കാം. ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ അത് ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. ശ്രീ പി സി ജോർജ്, താങ്കൾ ആദ്യഘട്ടത്തിൽ ഒരു വിവരം അനുസരിച്ചാണ് പ്രതികരിച്ചത്. പക്ഷേ കോടതിയുടേതായ രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. പുറത്തിറങ്ങിയാൽ ഇരയ്ക്ക് ഭീഷണി ഉണ്ടാകാം. മാത്രമല്ല, അന്വേഷണം പാതി വഴിയിലാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതാണ് ഞാനാണ് ഇരുന്നെങ്കിലും ചെയ്യുന്നത്. പോലീസ് പറഞ്ഞ കേൾക്കാനേ പറ്റൂ. അതായത് ഇത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസിന്റെ ആർഗ്യുമെന്റ് ഏത് ഹൈക്കോടതി ജഡ്ജിയും കേട്ടേ പറ്റൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിച്ചു. അതായത് കുറ്റക്കാരനായിട്ടല്ല. അങ്ങനെ അബദ്ധം പറയരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ മാധ്യമങ്ങൾ ശരി ചെയ്ത് പോകണ്ടേ. മാതൃഭൂമിന്റെ സ്വല്പം ഭേദം മാധ്യമമാണ്. വെറും തറ മാധ്യമത്തിന് കൂട്ടം നമ്മൾ പോകേണ്ടത്. അതായത് ഏതെങ്കിലും അറിയുള്ള വക്കീലോട് വിളിച്ച് ചോദിച്ചോളൂ. ആ വക്കീൽ ഇത് പറഞ്ഞു തരും. ശ്രീ പി സി ജോർജ്, പ്രതിഭാഗം മുന്നോട്ട് വെച്ച വാദങ്ങൾ അംഗീകരിച്ചില്ല എന്നുകൂടിയാണല്ലോ ഇതിനർത്ഥം. പൾസർ സുനി എന്ന ക്രിമിനലിന്റെ വാക്ക് മാത്രം കേട്ടുകൊണ്ടാണ് ദിലീപിനെ പ്രതിയാക്കിയതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അത് കോടതി തള്ളി. കേക്കൂ, ഞാൻ പറഞ്ഞുതരാം. അത് രാംകുമാർ പോയി സെഷൻ കോടതിയിലാണ് പറയണ്ടേ, ഹൈക്കോടതിയിലല്ല പറയണ്ടേ. സെഷൻ കോടതി പറഞ്ഞിട്ട് സെഷൻ കോടതി ജാമ്യം തള്ളിയാൽ ഹൈക്കോടതി പോയി ഇത് പറയാം. ഇപ്പോ മജിസ്ട്രേറ്റ് കോടതി കേസ് തള്ളിയ ഉടനെ ഹൈക്കോടതിയിലോട്ട് പോയി ഇത് പറഞ്ഞാൽ ഇത് വിസ്തരിക്കും. ദിലീപിനെ കുരുക്കിയതാണ് എന്ന വാദം താങ്കൾ നേരത്തെ വെച്ചിരുന്ന വാദം അത് ഇപ്പോഴും ആ നിലപാടിൽ തന്നെ തുടരുകയാണോ? കേട്ടില്ല. ദിലീപിനെ കുടുക്കിയതാണ് എന്ന വാദത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുകയാണോ? 100% കുടുക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കുറ്റക്കാരനാണെന്ന് പറയാൻ ഞാനില്ല. ഇത് സിനിമാ ലോകത്തിൽ എത്രയോ എണ്ണമാണ്. എന്റെ മര്യാദ കൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞാൽ മൊത്തം നാറും. അതുകൊണ്ട് പറയാതിരിക്കുക. അപ്പൊ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായ കാര്യവും താങ്കൾ അത് അംഗീകരിക്കുന്നില്ല. കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും താങ്കൾ തള്ളുകയാണ്. ഞാൻ കോടതിയിൽ ആ ബെഞ്ച് എടുത്താൽ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ജാമ്യം തള്ളും. അത് നിയമപരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞ മാനുഷികവശം നോക്കാൻ കോടതിക്ക് പറ്റിയല്ല. അത് വിസ്താര സമയത്താണ് മാനുഷികവശം ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ കോടതിക്ക് നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റൂ. ഞാനാണ് ആ ബെഞ്ചിൽ ഇരുന്നെങ്കിലും ഇപ്പൊ ഇതുപോലെ പറഞ്ഞ് ജാമ്യം നിഷേധിക്കും. ആ സത്യം നിങ്ങൾ ഉൾക്കൊള്ളുക. അതാണ് അതിന് ശരി. ഞാൻ എന്റെ മനസ്സിലിരിക്കുന്നത് ഞാൻ ദിലീപ് കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ സിനിമാ ലോകത്ത് ഇയാൾ മാത്രമുള്ള കുറ്റക്കാരൻ. ഇയാൾ മാത്രം സമ്പത്തുണ്ടാക്കിയിട്ടുള്ളൂ. ഒരു മണലുവാരത്ത് സമ്പത്തുണ്ടാക്കിയ കുറ്റത്തിനല്ലല്ലോ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അത് പിന്നാലെ അതുണ്ടല്ലോ. ദിലീപിനെ മാത്രമുള്ള സാമ്പത്തികം. ആ അന്വേഷണം വേറെയാണല്ലോ നടക്കുന്നത്. ശ്രീ പി സി ജോർജ്, ആ കേസുമായി ബന്ധപ്പെട്ടല്ലോ ഇപ്പോൾ അറസ്റ്റ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടല്ലേ? സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ഇപ്പോ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. അത് മാത്രം അന്വേഷിച്ചാൽ മതിയോ? ഇവിടുത്തെ നടിമാരെ മുഴുവൻ അന്വേഷിക്കട്ടെ. ശ്രീ പി സി ജോർജ്, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട താങ്കളുടെ കൃത്യമായ പ്രതികരണം ഇതിൽ കുടുക്കിയതാണ് എന്ന താങ്കൾ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ എന്താ സംശയിക്കുന്നത്?
ഇപ്പൊ ഞാൻ റിയലെ മാത്രം സാമ്പത്തിക കുറ്റം അന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നത് എന്താ? അവിടെ മറ്റേ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഈ സാമ്പത്തിക അന്വേഷിക്കാൻ കത്ത് പോവോ? ജോർജ്, ക്രൂരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ ദിലീപിനെതിരെ നടിയെ ആക്രമിച്ച കേസിൽ കൃത്യമായ തെളിവുകളുണ്ട്. പോലീസ് നിരത്തിയ വാദങ്ങൾ അതേപടി ശരിയാണെന്ന് കോടതി അംഗീകരിച്ചിരിക്കുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ താങ്കൾ നിഷേധിക്കുകയാണ് സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഒരു കൊല്ലം നിങ്ങൾ പറക്കിങ്ങനെ അത് കഴിയുമ്പോൾ പറച്ചിൽ നിന്നിട്ട് പറഞ്ഞ് തെറ്റിപ്പോയി നിങ്ങൾ പറയും. എനിക്കതിന് വെറിയൊരു വരികയില്ല, അത്രേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ പി സി ജോർജ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുടുക്കിയതാണെന്ന നിലപാടിൽ പി സി ജോർജ് ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ രൂക്ഷമായ പരാമർശങ്ങൾക്കിപ്പുറവും. സജി നന്ദിയാട് തുടരുന്നു. ശ്രീ സജി നന്ദിയാട്, പി സി ജോർജിനെ പോലെ ഒരു നിലപാടിൽ താങ്കൾ നിൽക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ പിന്നീട് വിഴുങ്ങിയിരുന്നു. ഇല്ല, ഞാൻ ഒരിക്കലും വിഴുങ്ങിയിട്ടില്ല സ്മൃതി. എവിടെയാ വിഴുങ്ങിയ? ഞാൻ പറഞ്ഞ കാര്യങ്ങള് 3 കാര്യങ്ങളല്ലേ സ്മൃതി. നമുക്ക് മറവിരോഗമൊന്നുമില്ല. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ യുക്തിസഹജമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിലാണ് ആദ്യമെങ്കിൽ പ്രതി മലയാള സിനിമയിൽ. പിന്നെന്ന് പറഞ്ഞ ഇരയോടൊപ്പം. മൂന്നാമത് പറഞ്ഞത് ദിലീപ് കുറ്റക്കാരാണെന്ന് കോടതി പറയുമ്പോൾ മാത്രം അതുവരെ ദിലീപിനൊരു സംശയത്തിന് ആനുകൂല്യം നൽകണം. ഈ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ ചർച്ചയുടെ അല്ലെങ്കിൽ കൺക്ലൂഷൻസ് അതല്ലേ. ശ്രീ സജി നന്ദിയാട്, കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോവുകയാണ് ഇനി പോലീസ്. ഈ അന്വേഷണം പാതി വഴിയിലാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് ഇപ്പോൾ ജാമ്യം അനുവദിക്കരുത് എന്നുകൂടിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അടുത്ത അറസ്റ്റുകളാണ്. ഇതൊക്കെ നമുക്കറിയാം. എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോ ഒരു എന്താ പറയുക, ഒരു കൂട്ട ബലാത്സംഗ കേസാണ്. ഇതുപോലെ ഒരു സംഭവം കേരളത്തിൽ നമ്മുടെ എവിടെയും ആദ്യമായിട്ട് ഇത്രയും ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കിയ സംഭവമാണ്. ഇത്രയും ജനശ്രദ്ധ പിടിച്ച സംഭവമാണ്. ഇപ്പൊ കോടതിയുടെയും പോലീസിന്റെയും നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ഉള്ള ഒരു സംഭവമല്ലേ. അത് ഇത്രയും ജനങ്ങളുടെ പിന്തുണ, ജനങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാകുമ്പോൾ ജനപിന്തുണ അടിസ്ഥാനമാക്കിയല്ല കോടതിയുടെ വിധി. അല്ലല്ല, കോടതി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. കോടതി ജനം വിധിക്കുന്നതനുസരിച്ചല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ശ്രീ സജി നന്ദിയാട്, ഈ തെളിവുകൾ പോലീസ് നിരത്തിയ തെളിവുകൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമേ പോലീസ് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന പോലീസ് കൊടുക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് കോടതി പ്രഥമദൃഷ്ടി അത് അംഗീകരിക്കുമല്ലോ. അത് എല്ലാ കേസിലും അങ്ങനെയാണ് സ്മൃതി. പിന്നീട് വാദങ്ങൾ പി സി ജോർജ് പറഞ്ഞത് കറക്റ്റ്. വാദങ്ങൾ വരുമ്പോഴാണ് ഇതിന്റെ ശരിയും തെറ്റിലേക്കും ന്യായങ്ങളിലേക്കും കടക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ശാസ്ത്രീയമായ തെളിവുകൾ കോടതി അംഗീകരിച്ചു എന്ന് തന്നെയാണ്